നമ്മൾ സ്റ്റിൽറ്റ് റൂട്ടിനെയും പ്രോപ്പർ റൂട്ട്സിനെയും മാംഗ്രോവ്സും എല്ലാം പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർ സ്റ്റോറിങ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവരെന്തെല്ലാമാണ് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ചാണ്. നമുക്ക് നോക്കിയറിയാം. പൊട്ടറ്റോയും ടപ്പിയോക്കയും തന്നിട്ടുണ്ടല്ലേ. പൊട്ടറ്റോയും ടപ്പിയോക്കയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടപ്പിയോക്കയിൽ നമുക്കറിയാം കപ്പയുടെ വേര് വളർന്നിട്ടാണ് അതിൻ്റെ ഫുഡ് ആയിട്ട് വളരുന്നത്. പക്ഷേ പൊട്ടറ്റോയിൽ നോക്കിക്കേ, അതിൻ്റെ സ്റ്റെമ്മിൽ നിന്നുമാണ് അത് എന്ത് ചെയ്തേക്കുന്നത്, അവിടെ ഉണ്ടായി വന്നേക്കുന്നത്, പുതിയതായിട്ടുള്ള സസ്യങ്ങൾ ഉണ്ടായി വന്നേക്കുന്നത്. നമുക്ക് നോക്കാം. ടപ്പിയോക്ക സ്റ്റോർസ് ഫുഡ് ഇൻ റൂട്ട്സ്. ടപ്പിയോക്ക അതിൻ്റെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണ്? റൂട്ട്സിലാണ്. റൂട്ട്സ് ദാറ്റ് സ്റ്റോർ ഫുഡ് ഇൻ ദിസ് വേ ആർ കോൾഡ് സ്റ്റോറേജ് റൂട്ട്സ്. ഇതുപോലെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് പറയുന്ന പേരാണ് സ്റ്റോറേജ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഓൾ ട്യൂബേഴ്സ് ആർ നോട്ട് സ്റ്റോറേജ് റൂട്ട്സ്. എല്ലാ ട്യൂബേഴ്സും സ്റ്റോറേജ് റൂട്ട്സുകളല്ല. പൊട്ടറ്റോ എന്ന് പറഞ്ഞത് ഈസ് എ മോഡിഫൈഡ് സ്റ്റെമ്മാണ്. അതൊരു മോഡിഫൈഡ് സ്റ്റെമ്മാണ്. സച്ച് സ്റ്റെംസ് സീൻ ഇൻ ദ സോയിൽ ആർ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. അപ്പം പൊട്ടറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈഡ് സ്റ്റെമ്മാണ്. സ്റ്റെം മോഡിഫൈ ചെയ്തിട്ടാണ് എന്തുണ്ടായേക്കുന്നത്, പൊട്ടറ്റോ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ സ്റ്റെമ്മ് മോഡിഫൈഡ് ചെയ്തുണ്ടാകുന്നതിന് പറയുന്ന പേര് അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. സ്റ്റോറേജ് റൂട്ട്സ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ്. സ്റ്റോറേജ് റൂട്ട്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഏതൊക്കെയാണോ അതിന് പറയുന്ന പേരാണ് സ്റ്റോറേജ് റൂട്ട്സ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ അണ്ടർഗ്രൗണ്ടിലായിരിക്കണം, ഭൂമിക്ക് അടിയിലായിരിക്കണം. അതുപോലെ തന്നെ അതെന്തായിരിക്കണം, സ്റ്റെമ്മിൽ നിന്നും വളരുന്നതായിരിക്കണം. സ്റ്റെമ്മിൽ നിന്നും വളരുന്നതാണ്. അതാണ് എന്തെന്ന് പറയുന്നത്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇതുപോലെ ആയിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലാസിഫൈ ദ ഗിവൺ ഐറ്റംസ് ബിലോ ദ സ്റ്റോറേജ് റൂട്ട്സ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം തരും. എന്നിട്ട് ഇതിനെ നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ക്യാരറ്റിൻ്റെ ആ തണ്ടിൽ നിന്നും താഴേക്ക് വന്നതിൻ്റെ വേരല്ല, അതിൻ്റെ സ്റ്റെമ്മാണ്. അപ്പോൾ അത് അണ്ടർഗ്രൗണ്ട് ക്യാരറ്റിൻ്റെ എന്തായിട്ടാണ് വരുന്നത്, അതിൻ്റെ വേരുകളാണ് വളർന്ന് കപ്പയുടെ പോലെ തന്നെ വളരുന്നത്. അതുകൊണ്ട് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ എന്തിനകത്താണ്, സ്റ്റോറേജ് റൂട്ട്സിനകത്ത് പെടുന്നതാണ്. എലിഫൻറ്റ് ഫൂട്ടിയം എന്ന് പറഞ്ഞാൽ ചേനയുടെ തണ്ടാണ് വളർന്നിട്ട്, അതിൻ്റെ വേരല്ല, അതിൻ്റെ തണ്ടാണ് വളർന്നിട്ട് പിന്നെ എന്തായിട്ട് മാറുന്നത്, തണ്ടിൽ നിന്നുമാണ് അതിന് ചേനയുടെ വിത്തെല്ലാം ഉണ്ടാകുന്ന ചേന ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ കൊളക്കേഷ്യ, ചേമ്പും അതുപോലെ തന്നെയാണ്. ഇഞ്ചി അതുപോലെ തന്നെയാണ്. നിങ്ങൾ സംശയമുള്ളവരൊരു കാര്യം ചെയ്താൽ മതി. ഏതിൻ്റെയെങ്കിലും ഒരെണ്ണം കൊളക്കേഷ്യയുടെയോ ജിഞ്ചറിൻ്റെയോ എലിഫൻറ്റ് ഫൂട്ടിയാമിൻ്റെയോ ഒക്കെ നിങ്ങൾ പറിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ടർമറിക്, മഞ്ഞൾ, ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ വരുന്നതാണ്. ഇവയെല്ലാം പറിക്കുന്ന സമയത്ത് ഏതിൻ്റെയെങ്കിലും ഒരെണ്ണത്തിൻ്റെ ആ ഇല ഭാഗം അന്നേരം തണ്ട് ഭാഗം ഉണ്ടല്ലോ, ആ അങ്ങോട്ട് പറിച്ച് കളയുകയാണെങ്കിൽ അത് പിന്നെ ഒറ്റയായിട്ട് നിൽക്കുന്ന കാണാം. അതിലും ഈ ജിഞ്ചറയിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനകത്ത് വേറെ വേരില്ല, ആ തണ്ടയിൽ നിന്ന് തന്നെയാണ് വളരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചൈനീസ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ കൂർക്കയാണ്. കൂർക്ക നമുക്ക് ഏതിനകത്താണ് പെടുന്നത്, ചൈനീസ് പൊട്ടറ്റോ ഓർത്തിരുന്നോണം, ഏതാണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. പക്ഷെ ചൈനീസ് പൊട്ടറ്റോ കൂർക്ക വേര് വളർന്നുണ്ടാകുന്നതാണ്, അതിൻ്റെ തണ്ട് വളരെ നല്ല ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് ഏതാണ്, സ്റ്റോറേജ് റൂട്ട്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരുന്നോണം. അതുപോലെ തന്നെ ആരോ റൂട്ട്, കൂവ ഏതിനകത്ത് പെടുന്നതാണ്, ആരോ റൂട്ടും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. മഞ്ഞളും കൂവയും ഇഞ്ചിയും ചേനയും ചേമ്പും എല്ലാം ഏതാണെന്ന് ഓർത്തിരിക്കുക, ഒരേ രീതിയിൽ തന്നെ പോകുന്നതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ടപ്പിയോക്ക ഏതാണ്, സ്റ്റോറേജ് റൂട്ട്സാണ്. സ്വീറ്റ് പൊട്ടറ്റോയും ഏതാണ്, സ്റ്റോറേജ് റൂട്ട്സാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ നിങ്ങളോട് ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ പറഞ്ഞുകൊണ്ട് കറക്റ്റാക്കാൻ പറഞ്ഞ് ചോദിക്കും. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. പിന്നെ നമ്മോട് ചോദിക്കുന്നത് ഡൈവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഓഫ് പ്ലാന്റ്സിൻ്റെ പലതരത്തിലുള്ള വ്യത്യസ്തതയുണ്ട്. അവയെല്ലാം കൂടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു രജിസ്റ്ററിൻ്റെ പേരുണ്ട്. അതെന്താണെന്ന് ചോദിക്കും, ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. ഈ പ്ലാന്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകളും അവയുടെ ഗുണങ്ങളും അവയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ച് എഴുതി വെക്കുന്ന രജിസ്റ്ററിന് പറയുന്ന പേരെന്താണ്, ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. ആ പേരിൻ്റെ ഓർത്തിരിക്കുക,
വൈവിധ്യ രജിസ്റ്റർ, ജൈവ വൈവിധ്യ രജിസ്റ്റർ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അല്ലെങ്കിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്നാണ് അതറിയപ്പെടുന്നത്. ഇനി ഈ ഭാഗത്തുനിന്ന് നിങ്ങളോട് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കൂടി ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ആ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്കൊന്ന് നോക്കി പോകാം. കുറച്ച് നമ്മൾ പറഞ്ഞതായിരുന്നു, ആദ്യത്തെ പോർഷൻ്റെ നമ്മൾ കുറച്ച് പറഞ്ഞിരുന്നു. ഇനി അടുത്ത് ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ക്ലൈംബേഴ്സ് എന്താണ്, നമുക്കൊന്ന് ഓർക്കാനും കൂടിയാണ്, ഒന്നും കൂടെ റിവിഷനായിട്ട് പോവുകയാണ് ഈ ചാപ്റ്ററിൻ്റെ തന്നെ. വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ആണ്. ക്ലൈംബ് ഓൺ അതർ പ്ലാന്റ്സ്, പൊസസ് ടെൻഡ്രിൽസ് ഓർ ക്ലിങ്ങിങ് റൂട്ട്സ്. ഓർത്തോണവയ്ക്ക് എന്തുണ്ട്, ടെൻഡ്രിൽസും ക്ലിങ്ങിങ് റൂട്ട്സും ഉണ്ട്. മറ്റ് പ്ലാന്റ്സിൽ ക്ലൈംബ് ചെയ്ത് കയറി പോകുന്നു. എക്സാമ്പിൾസ് പെപ്പർ, ബിറ്റർ ഗാർഡ്, ഗ്രേപ്സ്, സ്നേക്ക് ഗാർഡ്, ബീറ്റൽ ലീഫ്. ബീറ്റൽ ലീഫ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്, വെറ്റില, പീയ, കോവല്, മണി പ്ലാന്റ്. ഇതിനെല്ലാം ടെൻഡ്രിൽസ് ഉള്ളതെല്ലാം അങ്ങനെ പോകുന്നില്ല, അല്ലെങ്കിൽ ക്ലിങ്ങിങ് റൂട്ട്സ് ഉള്ളതെല്ലാം അതിന് എക്സാമ്പിൾസാണ്. അടുത്ത ക്രീപ്പേഴ്സും ഇതുപോലെ തന്നെ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ആണ്. പക്ഷേ ക്രീപ്പിംഗ് ഓൺ ദ ഗ്രൗണ്ടിൽ കൂടി ഇഴഞ്ഞാണ് അവ പോകുന്നത്. ഡു നോട്ട് പൊസസ് ടെൻഡ്രിൽസ് ഓർ ക്ലിങ്ങിങ് റൂട്ട്സ്. ഇവയ്ക്ക് ക്ലിങ്ങിങ് റൂട്ട്സും ഇല്ല, ടെൻഡ്രിൽസും ഇല്ല. എക്സാമ്പിൾസ് സ്വീറ്റ് പൊട്ടറ്റോ, ഹൈഡ്രോകോട്ടിൽ, സ്ട്രോബെറി, പംകിൻ, വാട്ടർമെലൺ, കുക്കുംബർ, ഗ്രാസ് എക്സെട്ര. ഓർത്തിരിക്കുക. പിന്നെ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്ലവർ ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്, റെപ്ലീഷ്യ. ടൊമാറ്റോയുടെ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞതായിരുന്നു. ക്ലാസിഫൈ ദ ഐറ്റംസ് ഗിവൺ ഇൻ സ്റ്റോറേജ് റൂട്ട്സ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇപ്പം ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞതാണ്. സ്റ്റോറേജ് റൂട്ട്സും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മും എങ്ങനെയാണ് തിരിക്കുന്നതെന്നുള്ള കാര്യം അറിയാമായിരിക്കുമല്ലോ. ഇനി ഫൈൻഡ് ദ ക്യാരസ്റ്റിക് ഫീച്ചർ ഓഫ് പാരസിറ്റിക് പ്ലാന്റ്സ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും പാരസിറ്റിക് പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് കണ്ടെത്താനായിട്ട് ചോദിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാറുണ്ട്. പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. പാരസിറ്റിക് പ്ലാന്റ്സ് അവരുടെ തന്നെ ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുവാണോ? അല്ല. അങ്ങനെ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ഏതാണ് നമ്മൾ പറഞ്ഞത്? ഓട്ടോട്രോപ്സ്. ഓർത്തിരുന്നോണേ. ഡു നോട്ട് കോസ് ഹാം ടു ദ ഹോസ്റ്റ് പ്ലാന്റ്. പാരസിറ്റിക് പ്ലാന്റ്സ് ഹോസ്റ്റ് പ്ലാന്റിന് ഒരു ഉപദ്രവം വരുത്തുന്നില്ലേ? ഉണ്ട്, ഉപദ്രവം വരുത്തുന്നുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ ഏതാണ്? അത് കോസ് ഹാം ടു ദ ഹോസ്റ്റ് പ്ലാന്റ് ആണ് പാരസിറ്റിക് പ്ലാന്റ്സ്. ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടി ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നു. അതാണ് അവിടെ കറക്റ്റായിട്ടുള്ളത്. ഏതാണ്? ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടി ഹോസ്റ്റ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അബ്സോർബ് ഫുഡ് ഫ്രം ദ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ്. ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുന്ന ഏതായിരുന്നു? സാപ്രോഫൈറ്റ്സ് ആയിരുന്നു. ഓർത്തിരുന്നോണേ. ദെൻ ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ദി പ്ലാന്റ് ഗിവൺ ബിലോ. pair them based on the common features. വന്ത, സാൻഡൽ ട്രീ, പാടി, ലൊരാന്തസ്, ഓർക്കിഡ്, തുളസി. നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. വന്തയും ഓർക്കിഡും ഒക്കെ ഏതാണ്? എപ്പിഫൈറ്റ്സ് ആണ്. അവ എന്തിനു വേണ്ടിയിട്ടാണ്? ഉള്ളിൽ ഷെൽട്ടറിന് വേണ്ടി മാത്രമാണ് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. സാൻഡൽ ട്രീ, അതുപോലെ തന്നെ ലൊരാന്തസ്, ചന്ദനമരവും ലൊരാന്തസും ഒക്കെ പാർഷ്യൽ പാരസൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ സെമി പാരസൈറ്റിക് പ്ലാന്റ്സ് ആണ്. പാടി, തുളസി, ഗ്രാസ് അതൊക്കെ എന്താണ്? ഗ്രീൻ പ്ലാന്റ്സ് ആണ് അല്ലേ? നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഓക്കെ. എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഒൺലി ഫോർ ഷെൽട്ടർ. പാരസിറ്റിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ബോത്ത് ദ പ്ലാന്റ്സ് ഹാവ് ഗ്രീൻ ലീവ്സ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിങ് ഫുഡ്. ഗ്രീൻ ലീവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവയ്ക്കാണ് അങ്ങനത്തെ പേര് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് മഷ്റൂം ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. എക്സ്പ്ലെയിൻ ദ റീസൺ. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. തന്നിരിക്കുന്നതിനകത്ത് മഷ്റൂമിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് റീസൺ എന്താണെന്ന് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫഞ്ചി. നമുക്കറിയാം മഷ്റൂം എന്ന് പറയുന്നത് ഫഞ്ചി ഗ്രൂപ്പിൽ പെട്ടതാണ്. ദേ ആർ സാപ്രോഫൈറ്റ്സ്. ഡെഡ് റിമെയിൻസിൽ നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ട് സാപ്രോഫൈറ്റ്സ് ആണ്. ഡിഫറെൻറ്റ് കളർ ആൻഡ് സൈസ്. മഷ്റൂം പല കളറിലും സൈസിലും ഒക്കെ ഉള്ളത് നമുക്ക് അറിയാം. നോ ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ്. അതിനകത്ത് ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. കാരണം എന്താ? അതിന് ഗ്രീൻ കളറുണ്ടോ? ഗ്രീൻ കളർ പിഗ്മെൻ്റ് ഇല്ല, ക്ലോറോഫിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്ത് നടക്കുന്നില്ല? ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ കറക്റ്റായിട്ട് വരുന്നത്? ഏതാണ്? ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. നാലാമത്തെ ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ്. അതായത് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഇതെല്ലാം
കറക്റ്റാണ്. അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. മഷ്റൂംസ് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫഞ്ചി. ഫഞ്ചി ഡു നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ പെടുന്നതല്ല. സോ ദേ ലാക്ക് ഗ്രീൻ ലീവ്സ്. സോ ദേ ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ ഫോട്ടോസിന്തസിസ്. ഓക്കെ. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ റെസ്പിറേഷൻ. റെസ്പിറേഷന് വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ ആരാണെങ്കിലും റെസ്പിറേഷന് വേണ്ടി സ്വീകരിക്കുന്നത് ഏതാണെന്ന് ഓർത്തിരുന്നോടോ? ഓക്സിജനാണ്. ബോത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ എന്ന് എഴുതരുത്. എന്തുകൊണ്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ റിസീവ് ചെയ്തിട്ട് അത് ഓക്സിജനാക്കി മാറ്റുന്നു. പക്ഷേ അവർ റെസ്പിറേഷൻ്റെ സമയത്ത് സ്വീകരിക്കുന്നത് ഓക്സിജനെ മാത്രമാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഫൈൻഡ് ഔട്ട് 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഗ്രീൻ പ്ലാന്റ്സ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. കറക്റ്റ് ദ നോൺ കറക്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ കറക്റ്റ് ചെയ്ത് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണോ സ്വീകരിക്കുന്നത്? അല്ല, ഓക്സിജനെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ്? അബ്സോർബ് ഓക്സിജൻ ഡ്യൂറിങ് റെസ്പിറേഷൻ എന്നാക്കി എഴുതണം. റെസ്പയർ ഡ്യൂറിങ് ഡേ ആൻഡ് നൈറ്റ്. അത് ശരിയാണ് അല്ലേ? ഡേയിലും നൈറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ദ സെയിം ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. ആണോ? സെയിം ഗ്യാസ് ആണോ ഉപയോഗിക്കുന്നത്? അല്ല. നോ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ആൻഡ് ഓക്സിജൻ ഈസ് യൂസ്ഡ് ഫോർ റെസ്പിറേഷൻ. അങ്ങനെയാക്കി മാറ്റി എഴുതണം. ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ്. അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് ഗ്രീൻ പ്ലാന്റ്സിന്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സാണ് തന്നിരുന്നതിൽ കറക്റ്റായിട്ടുള്ള. റെസ്പയർ ഡ്യൂറിങ് ഡേ ആൻഡ് നൈറ്റ്, ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ്. ഏത്? ഗ്രീൻ പ്ലാന്റ്സിൻ്റെ കാര്യത്തിനകത്ത്. മറ്റു 2 നമ്മൾ കറക്റ്റാക്കി എഴുതുകയും ചെയ്തു. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന ഒന്നാണ്, ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ പിക്ചേഴ്സ് തന്നിട്ട് അവയെ തിരിച്ചറിഞ്ഞ് ഏത് ഗ്രൂപ്പിൽ പെട്ടുകയാണെന്ന് കണ്ടെത്തി ഓരോ ഗ്രൂപ്പിനും വേറെ 2 or 3 എക്സാമ്പിൾസ് കൂടി എഴുതാൻ പറഞ്ഞ് ചോദിക്കാം. ഉദാഹരണമായിട്ട് ഒരെണ്ണം തരാം. ഇപ്പം നിങ്ങൾക്ക് തരുവാണ് നെയിം ഓഫ് പ്ലാന്റ്സ്. ഗ്രേപ്സ്, ഹൈഡ്രോകൂട്ടിൽ, അങ്ങനെ പ്ലാന്റ്സിൻ്റെ പേര് വന്നു. അപ്പം ഗ്രേപ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏതാണെന്ന് നിങ്ങൾക്കറിയണം. ഗ്രേപ്സിന് എന്തുണ്ട്? ടെൻഡ്രിൽസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ടെൻഡ്രിൽസ് ഉള്ളതാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ക്ലൈംബേഴ്സിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ക്ലൈംബേഴ്സിന് എക്സാമ്പിൾ നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്, അത് എഴുതുക. ഇനി ഹൈഡ്രോകോട്ടിൽ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരണം അതെന്താണ്? ക്രീപ്പറാണ്, ഇഴഞ്ഞു നീങ്ങുന്നതാണ്. അതാവുമ്പോൾ ക്രീപ്പേഴ്സിൻ്റെ ഗ്രൂപ്പിൽ പെടുന്നതെന്ന് മനസ്സിലായി. അതിന് വേണ്ട എക്സാമ്പിൾസ് അങ്ങനെയും ഇങ്ങോട്ട് എഴുതുക. ഓക്കെ, അത്രയും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. Which statement given below matches with the peculiarities of pepper plant? Why? ഈ പെപ്പർ പ്ലാന്റിൻ്റെ പെക്കുലാരിറ്റീസുമായിട്ട് നോക്കുമ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെപ്പർ പ്ലാന്റ് കുരുമുളക് ചെടിയാണെന്ന് നോക്കണം. ദേ യൂസ് ടെൻഡ്രിൽസ് ടു ക്ലൈംബ് അപ്പ്. ടെൻഡ്രിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ദേ യൂസ് ടെൻഡ്രിൽസ് ടു ക്ലൈംബ് അപ്പ്. ടെൻഡ്രിൽസ് അതായത് ക്ലിങ്ങിങ് റൂട്ട്സും ടെൻഡ്രിൽസും അവയ്ക്ക് ചെറിയതായിട്ടുള്ള ടെൻഡ്രിൽസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ടെൻഡ്രിൽസിനേക്കാളും കൂടുതലായിട്ട് അവ ഉപയോഗിക്കുന്നത് ഏതാണ്? ക്ലിങ്ങിങ് റൂട്ട്സാണ് ഉപയോഗിക്കുന്നത്. റിസീവ് ഫുഡ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് അവർ ഫുഡ് റിസീവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദേ യൂസ് സ്പെഷ്യൽ റൂട്ട്സ് ഫോർ റെസ്പിറേഷൻ. സ്പെഷ്യൽ റൂട്ട്സാണ് റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്? അല്ല. അത് ഏതിൻ്റെ കാര്യത്തിനകത്തായിരുന്നു? മാംഗ്രോവ്സിൻ്റെ കാര്യത്തിലായിരുന്നു. ആ സ്പെഷ്യൽ റൂട്ട്സിൻ്റെ പേരെന്തായിരുന്നു? ന്യൂമാറ്റോഫോർസ് എന്നായിരുന്നു. ഓർത്തിരുന്നോണേ. ക്ലിങ്ങിങ് റൂട്ട്സ് ഹെൽപ്പ് ടു ക്ലൈംബ് അപ്പ്. അപ്പം അതിനകത്ത് ടെൻഡ്രിൽസ് ഉപയോഗിക്കുന്നത് ഏതായാലും ചെറിയതായിട്ട് ടെൻഡ്രിൽസ് ഉണ്ട്. ടെൻഡ്രിൽസും ക്ലിങ്ങിങ് റൂട്ട്സുമാണ് ഉപയോഗിക്കുന്നത്. പെപ്പർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ക്ലൈംബേഴ്സ്. ഓർത്തിരുന്നാലും ക്ലൈംബറിന് എക്സാമ്പിളാണ്. ദേ ആർ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് എഡിബിൾ പാർട്ട്. എഡിബിൾ പാർട്ടിൻ്റെ ബേസിസിൽ നിങ്ങളോട് ടേബിൾ കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞു തന്നേക്കുവാണ്. പല പല സസ്യങ്ങൾ തന്നിട്ട് കോളിഫ്ലവർ, കോണ്, പംകിൻ, പീയ, ടപ്പിയോക്ക, കൊളക്കേഷ്യ, മുരിങ്ങ, സ്വീറ്റ് പൊട്ടറ്റോ, വീറ്റ്, എലിഫൻറ്റ് ഫൂട്ടിയാമ, ക്യാരറ്റ്, ബീട്രൂട്ട്, ജിഞ്ചർ, ടർമറിക്ക്, ഒനിയൻ, റൈസ്, ആഷ്ഗാർഡ്. ആഷ്ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങ. നിങ്ങൾക്ക് മലയാളം മീഡിയംകാർക്കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് അതിൻ്റെ മുകളിൽ കൂടെ മലയാളം വാക്കുകൾ എഴുതിയിരിക്കുന്നത്. 2 കൂട്ടർക്കും 2ആയിട്ട് എടുക്കുന്നതിനേക്കാളും എളുപ്പം
ഒന്നിച്ചെടുത്ത് പോകുന്നുള്ളൂ. ഇനി സീഡ് ഏതൊക്കെയാണ് നമ്മൾ സീഡായിട്ട് ഫുഡിന് വേണ്ടി ഉപയോഗിക്കുന്നത്? പീ അറിയാം, വീറ്റ്, റൈസ്. ഇങ്ങനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ അറിയാമല്ലോ അല്ലേ? നമ്മൾ നിത്യജീവിതത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇപ്പം മനസ്സിലാവും. ലീഫ്, പീയുടെ ലീഫ് എടുക്കാറുണ്ട്, പയറിൻ്റെ ലീഫ് കറി വെക്കാൻ എടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല, ഫ്രൂട്ടിനകത്ത് കോൺ അതിൻ്റെ ഫ്രൂട്ടാണ് കേട്ടോ, സീഡല്ല, ഫ്രൂട്ടാന്ന് ഓർത്തിരുന്നോണം. പംകിൻ, മുരിങ്ങ, ആഷ്കാർഡ്. ഓക്കെ, ഫ്ലവറായിട്ട് ഉപയോഗിക്കുന്ന കോളിഫ്ലവർ, മുരിങ്ങയുടേത്, ഒനിയൻ്റെത്. റൂട്ട് ടപ്പിയോക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്. സ്വീറ്റ് പൊട്ടറ്റോടത് വേര് വളർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മായിട്ട് കൊളക്കേഷ്യ, എലിഫൻ്റ് ഫൂട്ട് യാം, ജിഞ്ചർ, ടർമറിക്, എക്സെട്ര. To draw the minute pores in the leaf, give the name of that also. മൈന്യൂട്ട് പോർസ് ഇൻ ദ ലീഫിലുള്ള മൈന്യൂട്ട് പോർസിന് പറയുന്ന പേരെന്താണ്? സ്റ്റൊമേറ്റ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ചേരുമ്പടി ചേർക്കാനായിട്ട് 3 കോളങ്ങൾ തന്നിട്ട് അവയെ കറക്റ്റാക്കാൻ പറഞ്ഞ് ചോദിക്കും. ഫസ്റ്റ് കോളമാണ് ക്വസ്റ്റ്യൻ. ഗ്യാസ് എക്സ്ചേഞ്ച് അതിന് പറ്റുന്ന ഏതാണെന്നുള്ള ഇപ്പം നോക്കുക. ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടി ബി കോളത്തിനകത്തുള്ളതിനകത്ത് അതാണ് സ്റ്റൊമേറ്റ. മറ്റേ അടുത്തതിനകത്ത് വരുന്ന ഏതാണ്? ഗാർഡ് സെൽസ്. സ്റ്റൊമേറ്റയ്ക്കാണ് ഗാർഡ് സെൽസ്, കാവൽ കോശങ്ങളുള്ളതെന്നറിയാമല്ലോ. ഗാർഡ് സെൽസ് ഉള്ളത് സ്റ്റൊമേറ്റയ്ക്കാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്ലാന്റ്സ് ഏതാണ്? പ്ലാന്റ്സിനകത്ത് ലാക്സ് ക്ലോറോഫിലാണോ? അല്ല, ക്ലോറോഫിലുണ്ട്. അതിനകത്ത് ക്ലോറോഫിലുണ്ട്. അതുപോലെ അതിന് ഏത് കളറാണ്? ഗ്രീൻ കളറാണെന്നുള്ള കാര്യം നമുക്കറിയാം. മഷ്റൂമിനകത്ത് എന്തില്ല? ക്ലോറോഫിൽ. അപ്പം ലാക്സ് ക്ലോറോഫില്. അത് ഏതിനകത്ത് വിടുന്നതാണ്? സാപ്രോഫൈറ്റ്സിനകത്ത് വിടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വെച്ചുകൊണ്ട് ഒരെണ്ണേ ഉള്ളൂ, വാനില ഏതാണ്? ക്ലൈംബേഴ്സാണ്, കയറി പോകുന്നതാണ്, ക്ലൈംബ് ചെയ്ത് കയറി പോകുന്നതാണ്. അത് ഏതാണ്? സ്പൈസസ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി റൈറ്റ് ദീസ് എക്സാമ്പിൾസ് ഓഫ് എപ്പിഫൈറ്റ്സ്. എപ്പിഫൈറ്റ്സിന് എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞ് ചോദിച്ചേക്കാണ്. വന്ത, സീതത്താലി, ബൾബോഫൈലം. വന്ത, സീതത്താലി, ബൾബോഫൈലം. പേര് പഠിച്ചിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഓർക്കിഡും കൂടെ പെടാം കേട്ടോ. എപ്പിഫൈറ്റ്സിന് എക്സാമ്പിൾസ് വന്ത, സീതത്താലി, ബൾബോഫൈലം, പിന്നെ ഓർക്കിഡും കൂടെ. ദ ബീൻ ഷേപ്ഡ് സെൽസ്, ബീൻ ഷേപ്ഡ് സെൽസ് സീൻ അറൗണ്ട് ദ സ്റ്റൊമേറ്റ ആർ കോൾഡ്. സ്റ്റൊമേറ്റയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന പയറിൻ്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ബീൻസിൻ്റെ പോലുള്ള ഷേപ്പിലുള്ള അതിന് പറയുന്ന പേരെന്താണ്? ഗ്വാഡ് സെൽസ്. വിച്ച് ഈസ് ദ പിഗ്മെൻറ്റ് സീൻ ഇൻ സൺഫ്ലവർ. സൺഫ്ലവറിനകത്ത് ഏതാണ്? സൺഫ്ലവറിൻ്റെ കളർ ഓർത്താൽ മതി, പെട്ടെന്ന് ഓർക്കുക. ഏതാണ് സൺഫ്ലവറിൻ്റെ കളറ്? സൺഫ്ലവർ ചെടിയില്ലേ, അതിൻ്റെ കളർ ഏതാണ്? യെല്ലോ കളർ. അപ്പോൾ യെല്ലോ തരുന്നത് ഏതാണ്? സാന്തോഫിൽ. അങ്ങനെ ഓർത്തിരിക്കുക. ഇനി ഫെമിലറൈസിങ് റൈറ്റ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഈച്ച്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ ടോപ്പിക്ക്. വന്ത പറയുകയാണ് ആം എ ടൈപ്പ് ഓഫ് ഓർക്കിഡ്. ഞാൻ ഒരുതരം ഓർക്കിഡാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് അത് എഴുതി ചേർക്കാം? ഐ ഗ്രോ ഓൺ അതർ പ്ലാന്റ്സ്. മറ്റു പ്ലാന്റ്സിനാണ് ഞാൻ വളരുന്നത്. ഐ പ്രിപ്പയർ ഫുഡ് ബൈ മൈസെൽഫ്. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഐ ആം നോട്ട് ഹാംഫുൾ ടു ദ ഹോസ്റ്റ് പ്ലാന്റ്. ഒരിക്കലും എന്താണ് എപ്പിഫൈറ്റ്സ് ഹാംഫുൾ അല്ല, ബട്ട് പാരസറ്റിക് പ്ലാന്റ്സ് ഹാംഫുൾ ആണെന്നുള്ള കാര്യം ഓർത്തിരുന്നണം. ഐ ആം ആൻ എപ്പിഫൈറ്റ്. ഇനി കസ്കൂട്ടം. ഐ ആം എ പാരസറ്റിക് പ്ലാന്റ്സ്. ഐ ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. ഷെൽട്ടറിന് വേണ്ടി അതർ പ്ലാന്റ്സിനെ സ്വീകരിക്കുന്നു. ഐ ആം എ ടോട്ടൽ പാരസൈറ്റ്. ഞാൻ നിയോട്ടി പറയണം. ഐ ആം എ സാപ്രോഫൈറ്റ്സ്. ഞാനൊരു സാപ്രോഫൈറ്റ്സ് ആണ്. ഐ ഗ്രോ ബൈ അബ്സോർബിങ് ന്യൂട്രിയൻസ് ഫ്രം ഡീകമ്പോസ്ഡ് മാറ്റർ. ഡീകമ്പോസ്ഡ് മാറ്ററിൽ നിന്ന് ഫുഡിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നു. മോണോട്രോപ്പ ഓൾസോ വൺ ഓഫ് ദി മെമ്പർ ഓഫ് മൈ ഫാമിലി. മോണോട്രോപ്പയും നിയോട്ടിയയും എല്ലാം ഒരുപോലെ വരുന്നതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. Find the diversity of roots from each tree. Find the diversity of roots from each tree. ഓരോന്നിൻ്റെയും ഏതൊക്കെ റൂട്ട്സ് ആണെന്നുള്ളത് പറയാനായിട്ടാണ് പറഞ്ഞത്. സ്ക്രൂ പൈൻ്റ് ഏത് റൂട്ട്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് നോക്കിയാൽ സ്ക്രൂ പൈൻ്റ് ഏതാണ്? എസ് ഓർത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സ്ക്രൂ പൈൻ്റ് ഏതാണ്? സ്റ്റിൽറ്റ് റൂട്ട്. ആൻസർ ഇവിടെ ഉണ്ട് കേട്ടോ, കറക്റ്റായിട്ടുള്ളത് എഴുതിയെടുക്കേണ്ട. അപ്പം മാംഗ്രോവ്സിൻ്റെ നമ്മൾ ഓർത്ത് പറയാം. മാംഗ്രോവ്സ് ഏതാണ്? കണ്ടൽ ചെടിയാണ്. അതിനാണ് ന്യൂമാറ്റോഫോർസ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ്
റൂട്ട്സ് ആണ് അതിനുള്ളത്. അതേതാണ്? അത് ഗ്രോ അപ്വാർഡ്സ് ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരുന്നതാണ്. ടപ്പിയോക്ക സ്റ്റോറേജ് റൂട്ട്സ് ആണ്. ബനിയൻ ട്രീയിൽ ഏതാണ്? നമ്മൾ പറഞ്ഞതാണ് ബനിയൻ ട്രീയിൽ പ്രോപ്പ് റൂട്ടാണ്. മെയ്സിനകത്ത് ഏതാണ്? മെയ്സിനകത്തുള്ള റൂട്ട്സ് ഏതാണ്? മെയ്സും പണ്ടാനസ് ഷുഗർ കെയിനൊക്കെ ഏതാണ്? പ്രോപ്പ് റൂട്ടാന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരുന്നുള്ളൂ. അത്രയും കാര്യങ്ങളൊന്ന് എക്സ്ട്രാ പേരുകളൊന്ന് പഠിച്ചിരിക്കാം. മെയ്സ്, പണ്ടാനസ്, ഷുഗർ കെയിൻ അതെല്ലാം പ്രോപ്പ് റൂട്ട്സിന് എക്സാമ്പിൾസ് ആണെന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പേസ്റ്റഡ് എ ബ്ലാക്ക് പേപ്പർ ഓൺ എ ലീഫ് ഓഫ് എ പ്ലാന്റ് ഇൻ യുവർ കോർട്ട്യാർഡ്. വാട്ട് ഡു യു സീ ആഫ്റ്റർ 1 day? വാട്ട് ഈസ് ദ റീസൺ? അപ്പോൾ നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിയിൽ നിങ്ങളൊരു ബ്ലാക്ക് കളറുള്ള ഒരു സാധനം ഒട്ടിച്ചു വെച്ചു. അതിനാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസം ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ടു ഫോട്ടോസിന്തസിസ്. കാരണം ബ്ലാക്ക് കളറ് നമ്മൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയെന്നുള്ളത് നമുക്കറിയാമല്ലോ അല്ലേ. ദ ലീഫ് ഓഫ് ദി പ്ലാന്റ് സീനസ് വീക്ക്. ആ പ്ലാന്റിൻ്റെ ലീഫ് എന്തായിട്ടാണ്? തളർന്നു കൊത്തി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കളർ ഓഫ് ലീഫ് ചേഞ്ച്, അതിൻ്റെ കളറും ചേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഈസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് ലൈറ്റ് ആവശ്യമാണ്. ഈ പിക്ചറിൽ തന്നിരിക്കുന്നത് ഏതാണെന്നുള്ള ഒരു ചെടിയിൽ വാട്ടർ സ്വീകരിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. അപ്പം വാട്ടറും സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം കൂടെ വരുന്ന ഏത് പ്രോസസ്സാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. വിച്ച് ഈസ് ദ ആക്ടിവിറ്റി സീൻ ഇൻ ദ പിക്ചർ എക്സ്പ്ലെയിൻ. ആക്ടിവിറ്റി ഏതാണ്? ഫോട്ടോസിന്തസിസ്. പെട്ടെന്ന് തന്നെ ഓർമ്മയിലേക്ക് വന്നോളും. ഫോട്ടോസിന്തസിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ്. ഗ്രീൻ പ്ലാന്റ്സ് അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽസ് ടു ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മിനറൽസും ഉപയോഗിച്ചുകൊണ്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ. ഓൾ ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഫോർ ഫുഡ്. ട്രൂ ഓർ ഫോൾസ്? എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാ ആനിമൽസും പ്ലാന്റ്സിനെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിയാണോ എന്ന്? യെസ്. ഓൾ ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഫോർ ഫുഡ്. വി കനോട്ട് ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് പ്ലാന്റ്സ്. പ്ലാന്റ്സ് പ്രൊവൈഡ് ഫുഡ് ഫോർ അസ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കാർണിവോർസ് ആയിട്ടുള്ളവർ പോലും, അതായത് സിംഹം, കടുവ അങ്ങനെയൊക്കെയുള്ള പുലി ഒക്കെയുള്ളവർ അവരെന്താണ്? ഉള്ളി മാംസാഹാരം മാത്രമേ ഭക്ഷിക്കുന്നുള്ളൂ അല്ലേ. മാംസാഹാരം മാത്രമേ ഭക്ഷിക്കുന്നുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോഴും അവർ ഇൻഡയറക്റ്റായിട്ട് പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഈ സിംഹവും പുലിയെല്ലാം മാനിനെയും മുയലിനെയും ഒക്കെ കടിച്ച് തിന്നു കഴിയുമ്പോൾ ഈ മാനും മുയലും ഒക്കെ തിന്നുന്നത് എന്തിനാണ്? പുല്ല് സസ്യങ്ങളാണ്, പ്ലാന്റ്സിനെയാണ്. അതുകൊണ്ട് തന്നെ അവ എന്താണ്? ഇൻഡയറക്റ്റായിട്ട് അവ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ആനിമൽസും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഫുഡിന് വേണ്ടി പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യുന്നത്. അടുത്ത് ദിസ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ഈസ് സീൻ ഇൻ സം പ്ലാന്റ്സ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിയർ പാർട്ട്? റൈറ്റ് ദ നെയിം ഓഫ് ദി പാർട്ട്. അതിന് പറയുന്ന പേരെന്തായിരുന്നു? ടെൻഡ്രിൽസ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഇറ്റ് ഈസ് സ്പ്രിംഗ് ലൈക്ക് പാർട്ട് സീൻ ഇൻ സം പ്ലാന്റ്സ്. സം പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് ലൈക്ക് പാർട്സ് ആണ്. ടെൻഡ്രിൽസ് ഹെൽപ്പ് ദ പ്ലാന്റ്സ് ടു ക്ലൈംബ് ഓൺ അതർ പ്ലാന്റ്സ് ഓർ സപ്പോർട്ട്. ടെൻഡ്രിൽസ് ഹെൽപ്പ് ദ പ്ലാന്റ്സ് ടു ക്ലൈംബ് ഓൺ അതർ പ്ലാന്റ്സ്. മറ്റ് പ്ലാന്റ്സുകളിൽ ക്ലൈംബ് ചെയ്ത് പോകാൻ വേണ്ടി, കയറി പോകാൻ വേണ്ടിയിട്ടും അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ഇവ എന്ത് ചെയ്യുന്നത്? ഈ ടെൻഡ്രിൽസ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഡിഫറൻഷിയേറ്റ് ദീസ് പ്ലാന്റ്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് ഗിവ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ഫോർ ഈച്ച് ഗ്രൂപ്പ്. താഴെ തന്നിരിക്കുന്നവയെ ഓരോന്നായിട്ട് തരംതിരിച്ചവയ്ക്ക് വേണ്ട ഹെഡിങ് കൊടുക്കാൻ. മഷ്റൂം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരണം. മഷ്റൂം ആരാണ്? സാപ്രോഫൈറ്റ്സ്. നിയോട്ടി ആരാണ്? സാപ്രോഫൈറ്റ്സ്. ലൊരാന്തസ് എന്താണ്? പാരസിറ്റിക് പ്ലാന്റ്സ്. സാൻഡൽവുഡ് ട്രിയോ പാരസിറ്റിക് പ്ലാന്റ്സ്. കസ്കൂട്ട പാരസിറ്റിക് പ്ലാന്റ്സ്. മോണോട്രോപ്പ സാപ്രോഫൈറ്റ്സ്. കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെ വേണം തിരിച്ചെഴുതാനായിട്ട്. ഓരോന്നും പഠിച്ചിരിക്കുക, അതിനനുസരിച്ച് കിട്ടിക്കോളും. കംപ്ലീറ്റ് ദ ടേബിൾ. ടോട്ടൽ പാരസൈറ്റും സെമി പാരസൈറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ പാരസൈറ്റ്, രണ്ട് പേരിലും അറിയപ്പെടാം.
കസ്കൂട്ടിയും റിപ്ലീഷ്യയും ടോട്ടൽ പാരസൈറ്റാണ്. അത് തന്നെ റിപ്ലീഷ്യ ഓർത്തിരിക്കണം, ലാർജസ്റ്റ് ഫ്ലവർ ഇൻ ദി വേൾഡ് ആണ്. ലൊരാന്തസും സാൻഡൽവുഡ് ട്രീയും സെമി പാരസൈറ്റ്സ് ആണ്. ഗ്രീൻ പ്ലാന്റ്സ് ആർ ഓൾസോ നോൺ ആസ് ഓട്ടോട്രോപ്സ്. എന്തുകൊണ്ടാണ് ഗ്രീൻ പ്ലാന്റ്സ് ഓട്ടോട്രോപ്സ് എന്നറിയപ്പെടുന്നത്? ദേ പ്രിപ്പയർ ഓൺ ദെയർ ഓൺ ഫുഡ്. അവയുടെ ആഹാരം സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതുകൊണ്ടാണ് അവ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓട്ടോട്രോപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വപോഷികൾ മലയാളത്തിൽ പറയുന്ന സ്വപോഷികൾ. ഫ്രം സ്യൂട്ടബിൾ ഗ്രൂപ്പ്സ്, അനുയോജ്യമായുടെ ഗ്രൂപ്പായിട്ട് വേർതിരിക്കാൻ സാൻഡൽ ട്രീ, കസ്കൂട്ട, മോണോട്രോപ്പ, ഹിബിസ്കസ്, ബ്ലഡ് മൗൾഡ്, റിപ്ലീഷ്യ, ഓർക്കിഡ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് വേർതിരിക്കാം. സാൻഡൽ ട്രീ ഏതിനകത്താണ്? സാൻഡൽ പൊട്ടിയിട്ട് ചന്ദനമരം പാരസിറ്റിക് പ്ലാന്റ്സ് ആണ്. കസ്കൂട്ട പാരസിറ്റിക്, മോണോട്രോപ്പ സാപ്രോഫൈറ്റ്സ്, ഹിബിസ്കസ് ഏതിനകത്താണ്? ഓട്ടോട്രോപ്സ്. കാരണം ഗ്രീൻ പ്ലാന്റ്സ് ആണ്, അവർക്ക് വേണ്ട ഫുഡെല്ലാം അവർ തന്നെത്താനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബ്രെഡ് മൗൾഡ് ഏതാണ്? സാപ്രോഫൈറ്റ്സ് ആണ്. റിപ്ലീഷ്യ ഏതാണ്? പാരസിറ്റിക് പ്ലാന്റ്സ് ആണ്. ഓർക്കിഡ് എപ്പിഫൈറ്റ്സ് ആണ്. മാംഗോ ട്രീ ഓട്ടോട്രോപ്സ് ആണ്, അവർക്ക് വേണ്ട സ്വന്തമായിട്ട് അവർ തന്നെ പ്രിപ്പയർ ചെയ്യാണ്. ബൾബോഫൈലം എപ്പിഫൈറ്റ്സ് ആണ്. ഡ്രൈമോഗ്ലോസം അല്ലെങ്കിൽ സീതത്താലി എന്ന് പറയുന്നത് ഏതാണ്? എപ്പിഫൈറ്റ്സ് ആണ്. തുളസി ഓട്ടോട്രോപ്സ്, നിയോട്ടിയ സാപ്രോഫൈറ്റ്സ്, ലൊരാന്തസ് പാരസൈറ്റിക് പ്ലാന്റ്, വന്ത എപ്പിഫൈറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കാണുമല്ലോ അല്ലേ. പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ഇത്രയുമാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള 5ാം ക്ലാസ്സിലെ ടു നോ ദ പ്ലാന്റ് വേൾഡ് ക്ലോസ്ലി എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ പുസ്തകം ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ഞാൻ പുസ്തകം വെച്ച് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് വേണ്ട രീതിയിൽ പഠിക്കാൻ വേണ്ട നോട്ടും കൂടെ തയ്യാറാക്കി തന്നത്. ഈ നോട്ട്സ് എഴുതിയെടുക്കുക, പഠിക്കുക. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് തോന്നുന്നു. എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാം അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അതിനകത്ത് ഇട്ടാലാണ് എനിക്ക് കൂടുതൽ എന്തെല്ലാമാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെല്ലാമാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്നെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പം ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഗോഡ് ബ്ലെസ് യു. നന്നായി പഠിക്കുക. ഇതുപോലെ എല്ലാ ക്ലാസ്സും എടുത്തു തരുമ്പോൾ നന്നായി പഠിച്ച് ഇപ്രാവശ്യം നമുക്ക് USS നേടിയെടുത്തേ പറ്റുള്ളൂ. ഓക്കെ.